അല്പസമയം മുമ്പ് പഠാൻകോട്ടിലെ യാത്രക്കിടയിൽ ജനം TV വാർത്താ സംഘം പകർത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ജനം TV പകർത്തിയ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിലേക്ക്. പഠാൻകോട്ട് സൈനിക താവളത്തിന് മുകളിൽ പഠാൻകോട്ട് പട്ടണത്തിന് നേരെ മുകളിലായി ഒരു ഫ്ലൈയിങ് ഓബ്ജക്റ്റ്, ഒരു അൺമാൻഡ് ഫ്ലൈയിങ് ഓബ്ജക്റ്റാണ്, ഡ്രോൺ ആണെന്ന് സംശയിക്കുന്നു. ഭാരതീയ സേന ആകാശത്തേക്ക് വെടിയുതിർക്കുകയാണ്. ഡ്രോണിനെ വെടിവെച്ചിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പഠാൻകോട്ട്, പഞ്ചാബിലെ പഠാൻകോട്ട് അതിർത്തിക്ക് സമീപമുള്ള പഠാൻകോട്ട് പട്ടണത്തിൽ പട്ടാപ്പകൽ രാവിലെ 10:15 ആയിരിക്കുകയാണ് സമയം. രാവിലെ 10:15 ആകാശത്ത് പറന്നുയരുകയാണ് ഒരു ഫ്ലൈയിങ് ഓബ്ജക്റ്റ്. അതിനെ വീഴ്ത്താനുള്ള ശ്രമത്തിലാണ് സേന. വിഷ്ണു, അവിടെ കാണുന്ന കാഴ്ച എന്താണ്? പത്താൻകോട്ട് ടൗണിന് മുകളിലാണ് ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായതെങ്കിൽ ഇപ്രാവശ്യം പകൽ ഈ സമയത്ത് ഡ്രോൺ ഉണ്ടാവുകയും നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്താൻകോട്ട് സൈനിക താവളത്തിന് സമീപമാണ്. ഈ ദൃശ്യങ്ങൾ ക്യാമറമാൻ ഉണ്ണീക്ക വാര്യ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. ഡ്രോൺ ശബ്ദങ്ങൾ നമുക്ക് വളരെ കൃത്യമായി കേൾക്കാൻ സാധിക്കും. പഠാൻകോട്ട് പട്ടണത്തിലാണ് ജനം TV സംഘം ഇപ്പോൾ ഉള്ളത്. പഞ്ചാബിലെ അതിർത്തിയിലുള്ള പാക് അതിർത്തിയിലുള്ള പഠാൻകോട്ട് ടൗണിലാണ്. പഠാൻകോട്ട് അതിർത്തിയിലെ പാലം കടന്നിങ്ങ് സേന ക്യാമ്പിന് സമീപത്താണ് ഞങ്ങളുള്ളത്. ആകാശത്തുകൂടി ഒരു ഫ്ലൈയിങ് ഓബ്ജക്റ്റ് പറക്കുന്ന കാഴ്ച കണ്ടു. ജനങ്ങൾ വാഹനം നിർത്തി മുകളിലേക്ക് നോക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് നിർത്തിയത്. ഒപ്പം വെടിയൊച്ചയും കേട്ടു. തുടർന്നാണ് ഞങ്ങൾ വാഹനം നിർത്തിയത് നോക്കാൻ ശ്രമിച്ചത്, എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചത്. വളരെ കൃത്യമായിരുന്നു, വിമാന രൂപത്തിലുള്ള ഒരു ഫ്ലൈയിങ് ഓബ്ജക്റ്റ് വളരെ കൃത്യമായി ആകാശത്ത് കാണാമായിരുന്നു നമുക്ക്. അത് വീഴ്ത്താനുള്ള ശ്രമം നടക്കുകയാണ്. ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഇതിന് മുമ്പുള്ള സമയങ്ങളിൽ രാത്രിയായിരുന്നു ഡ്രോൺ ആക്രമണമെങ്കിൽ, അല്ലെങ്കിൽ ഡ്രോൺ പറത്തി വിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ പട്ടാപ്പകൽ രാവിലെ 10 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത്തരം ഒരു ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ആകാശത്ത്. അത് വീഴ്ത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചാബിലെ പഠാൻകോട്ട് ടൗണിൽ നിന്ന് ക്യാമറമാൻ ഉണ്ണീക്ക വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണനും പ്രദീപ് പിള്ളയും, ജനം TV.